എടാ കുംഭഗണേശ, എടാ രത്നാകര, എത്ര നാളായടാ അളിയാ കണ്ടിട്ട്. അയ്യോ, എന്തുണ്ടാ വിശേഷം? അയ്യോ, നീ എന്താടാ ഇവിടെ? എന്റെ ഫ്രണ്ട് ജോർജ് ഒരു വക്കീലുണ്ട്, അവൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതെ, എന്റെ ഫ്രണ്ടാ ഗണേശ. 7th വരെ ഞങ്ങൾ ഒറ്റ ബെഞ്ചിലിരുന്നാ പഠിച്ചത്. കേട്ടതിരാ, നിന്റെ മാമന് എഴുതി തോറ്റതാ, എന്നിട്ടും എന്ത് ഗംഭീര. അയ്യോ, നേരെ ഒരുപാട് വിശേഷം പറയാനുണ്ട്. ഗണേശ, അന്ന് നീ ഒരു കൊച്ചു അരവിന്ദ സ്വാമി ആയിരുന്നു. ഇപ്പാകെ കറുത്ത് ഇരുണ്ടു പോയല്ലേ. എന്ത് ചെയ്യാനാടാ, വെയിലത്തുള്ള അലച്ചിലല്ലേ. നീ അന്ന് കുഞ്ചാക്കോവനെ പോലെ ഇരുന്നല്ലേ, ഇപ്പൊ ഇച്ചിരി കറുത്ത് പോയെന്നേ ഉള്ളൂ. കേട്ടില്ലടാ? തൊള്ളല് കേട്ടിട്ട് അരവിന്ദ് സ്വാമിയും കുഞ്ചാക്കോ പോനെ ഉമ്മർ കണ്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. എന്നാ വക്കീലെ ഒരു കുശുകുശിപ്പ്? ഒന്നുമില്ല അരവിന്ദ് സ്വാമി, നിങ്ങൾ കണ്ടില്ലേ? ഈ പറമ്പും തോപ്പും കൊള്ളാം. എടാ, ഇതൊന്നും എന്റെ അല്ല, എല്ലാം എന്റെ മരുമോന്റെ. അവന്റെ രത്നാകര മരുമോൻ. അവന് ശീലമില്ല. മരുമോനെ, ഒരു കരിക്കൊന്ന് കമത്തന്നേ. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിക്കും. ഒരു ചെറുതൊഴിച്ച് സ്മോള് കുടിക്കുന്നേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ, വിട്ടേക്ക്. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ചെറുക്കനോ? മരുമോന് കല്യാണം വല്ലതും ആയോ? അത് ഈ ജന്മത്തിൽ നടക്കില്ല. അതെന്താ, ചൊവ്വാദോഷമാണോ? ചൊവ്വാദോഷം മാത്രമല്ല, മുടി ദോഷം, പടുത്ത ദോഷം, അങ്ങനെ ഒരുപാട് ദോഷങ്ങളുണ്ട്. പിടികിട്ടിയില്ല. IIT അല്ല, ITA. നമ്മുടെ കൊച്ചിന് വേണ്ടി ഒന്ന് ആലോചിക്കാമെന്ന് വെച്ചപ്പോ ഇവന്റെ കണ്ടീഷനുമായിട്ട് അങ്ങോട്ട് മാച്ച് ആകുന്നില്ലല്ലോ. അല്ല ഗണേശ, നിന്റെ ഇരിപ്പ് കണ്ടിട്ട് ഏതൊരു പെങ്കൊച്ചു ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടല്ലോ. ഉണ്ട്, പക്ഷെ ഇവിടെയല്ല. വേറെ എവിടെ? പാലക്കാട്. പാലക്കാടോ? പാലക്കാടൊന്നും വേണ്ട മാമ. പാലക്കാട് എന്താ പാകിസ്ഥാൻ ബോർഡറിലാണോ ഉള്ളത്? അത് കേരളത്തിന്റെ ബോർഡർ അല്ലേ? വണ്ടി കയറി ആഞ്ഞോം ചവിട്ടി 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താം. ജസ്റ്റ് 50 കിലോമീറ്ററേ ഉള്ളൂ. അല്ല, പെണ്ണേതാ? ഏതുവരെ പഠിച്ചിട്ടുണ്ട്? വേറെ ആരുമല്ല രത്നാകര, എന്റെ ചേട്ടന്റെ മോളാ. 7th വരെ പഠിച്ചിട്ടുണ്ട്. 7th പഠിച്ചിട്ടുള്ളൂ? പിന്നെന്താ പഠിക്കുന്നേ? നിങ്ങളുടെ മരുമോന് 8ാം ക്ലാസ് ആന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞങ്ങള് 7th തന്നെ നിർത്തി. അല്ല ഗണേശ, പെണ്ണിന്റെ മുടി ഏതറ്റം വരെ നീളമുണ്ട്? എന്താ രത്നാകര മുടിയെന്നും പറഞ്ഞ് ഇങ്ങനെ വലിച്ചഴക്കുന്നേ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുടിക്ക് നീളമുള്ളത് പാലക്കാട് ജില്ലയിലുള്ള പെണ്ണുങ്ങൾക്കാ. തല തൊട്ട് കാൽ പാദം വരെ തലമുടി ഇങ്ങനെ കഥകളി ആടും. പക്ഷെ മാസം മാസം വെട്ടണം. അതെന്തിനാ മാസം മാസം വെട്ടുന്നത്? അയ്യോ, വെട്ടിയില്ലേ കാലെ ചുറ്റി വീഴും. കാലെ ചുറ്റായിരിക്കാനാ? ഗണേശ, നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വെളുപ്പാങ്കാലത്ത് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിനെ പോയി കണ്ടിട്ട്. അതുകൊണ്ടല്ലടാ, നിങ്ങൾ വരുമ്പോഴത്തേനെ എനിക്ക് അവിടെ പോയി എല്ലാം അറേഞ്ച്മെന്റ് ചെയ്യണ്ടേ, അതുകൊണ്ടാ. നമ്മൾ ചാടി കയറി അങ്ങോട്ട് ചെന്നാ എന്റെ ചേട്ടന് നെഞ്ചിന് വേദന വരും. പിന്നെ ഈ കല്യാണവും നടക്കില്ല. എന്താ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചോന് വരൂടാ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുകയല്ലടാ. ഞാൻ പോവാ, എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. നിങ്ങൾ വെളുപ്പിനെ പാലക്കാട് എത്തിയാരെ. പറ്റില്ല പറ്റില്ല പറ്റില്ല, എനിക്ക് ഇത് വെച്ചുകെട്ടി നിൽക്കാൻ പറ്റില്ല. എന്താടി നിൽക്കുന്നത് വെച്ചാ? നാട്ടില് പെണ്ണുങ്ങളൊന്നും ചെയ്യാത്ത കാര്യ? കാണാൻ വരുമ്പോ തന്നെ ഒരുപാട് കണ്ടീഷൻസുമായി വരുന്ന ആളെ എനിക്ക് വേണ്ട. എല്ലാ ആമ്പിള്ളേർക്കും അവർ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് ചില സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയാ. എന്തിന്? നമ്മൾ പെണ്ണുങ്ങള് കെട്ടാൻ പോകുന്ന ചെറുക്കന് സ്വന്തം വീട് വേണം, കാറ് വേണം, ഗവൺമെന്റ് ജോലി വേണം, കൈനിറയെ സമ്പാദിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാറില്ലേ? ചുമ്മാ ഓരോന്ന് വിളിച്ച് പറയാതമ്മേ. ഇപ്പൊ ഇത് വെച്ച് നിന്ന കല്യാണം കഴിഞ്ഞത് വെപ്പുകൂടിയാന്ന് മനസ്സിലാക്കില്ലേ? കാറി തുപ്പോ അവര്. എന്റെ മോളെ, 1000 നുണ പറഞ്ഞാണേലും കല്യാണം നടത്താവെന്ന് പറയാറില്ലേ? നമ്മൾ പറയാൻ പോകുന്ന വെറും 2 നുണ. പഠിത്തം കുറവ്, മുടി കൂടുതല്. ചിറ്റപ്പാ, മോളെ, 7ാം ക്ലാസ് പഠിച്ചവളെ BA MA എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് കെട്ടിക്കുന്ന തെറ്റ്. പക്ഷെ നമ്മളോ BSc പഠിച്ച നിന്നെ 7 വരെ പഠിച്ചോളെന്ന് കുറച്ചല്ലേ പറയാൻ പോന്നേ. അതൊരു കള്ളമല്ല. നീ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇതുപോലൊരു നല്ല പയ്യനെ വേറെ എങ്ങും കിട്ടുമെന്ന് തോന്നുന്നില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ചുനാള് മുന്നോട്ട് പോയി കഴിയുമ്പോ എല്ലാം ശരിയാവും മോളെ. അതെ മോളെ, നിന്റെ അച്ഛന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. ശരിയാ ചേച്ചി, പ്ലീസ് ചേച്ചി ഒന്ന് ഓക്കെ പറ. എന്തെങ്കിലും ചെയ്ത് തൊലക്ക്. മോളെ കീർത്തി, എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് അവസാനം ഇത് മറന്നുപോയല്ലോ. ഈ ഫോട്ടോ എങ്ങാനും കണ്ട എല്ലാം കുളവാകും. ചതിക്കല്ലേ ഭഗവാനെ. പോയി അവിടെ കിടക്കും. സമാധാനമായി. രത്നാകര കേറി വാ. എന്താ എല്ലാം സെറ്റാക്കിയില്ലേ? എല്ലാം സെറ്റാ. ചേട്ടന് നെഞ്ചിനു മേലെ വരത്തേയില്ല. നമസ്കാരം. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. സരോജിനി,
കറക്റ്റ് ചായ മുണ്ടേ വീഴും. എടി മോളെ, ഇത്രയും മുടിയോടെ നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? എന്താ പറഞ്ഞ അല്ല എന്താ മുത്തശ്ശി പേരക്കുട്ടി ആദ്യമായിട്ട് കാണുന്ന പോലെ പറയുന്നത്? തന്നെ അങ്ങനെയൊന്നുമില്ല. അമ്മയുടെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ കെട്ടഴിച്ചതേ ഉള്ളൂ. അതുകൊണ്ടാ എല്ലാവരെയും ആദ്യമായിട്ട് കാണുന്ന പോലെ. അമ്മ കുറച്ചു നേരം മിണ്ടാതിരിക്കുക. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടാന്നാ ഓർമ്മ വരാത്ത. നിങ്ങൾ ഇതിനു മുൻപ് പാലക്കാട് വന്നിട്ടുണ്ടോ? ഏയ് ഇല്ല. എന്റെ മോള് പുതുക്കാട് വന്നിട്ടില്ല. അപ്പൊ പിന്നെ കാണാൻ വഴിയില്ല. അല്ല നേരിട്ട് കണ്ടിട്ടെന്നല്ല പറഞ്ഞത്, വേറെ എവിടെയോ വെച്ച്. മിണ്ടായിരിക്കടാ. മോളുടെ പേരെന്താ? കീർത്തി. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 7th അല്ലേ? അതെന്തിനാ അവനോട് ചോദിക്കുന്നത്? പഠിച്ചത് കുട്ടിയല്ലേ? പഠിച്ചത് ഇവളാണെങ്കിലും സ്കൂളിൽ കൊണ്ടുവിട്ടിരുന്നത് ഇവനാണ്. അതെ, അത് ശരിയാ. ഓ, അവൾക്ക് തീരെ ഓർമ്മശക്തിയില്ല. അതുകൊണ്ട് 7ാം ക്ലാസ്സോടെ പഠിത്തം നിർത്തി. അല്ലേ ഏട്ടാ? ഡാ, ഡാ, ഇങ്ങനെ തുറച്ചു നോക്കണ്ടിരുന്നത് എങ്ങനെയാ? പെണ്ണിന് ഇഷ്ടമായില്ലേ എന്ന് പറഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൂ. എന്റെ വക്കിലെ എന്തൊരു ചോദ്യം ഇത്. നിങ്ങൾ ആ മുടി കണ്ടില്ലേ? പാമ്പ് പോലെയല്ലേ നീണ്ടു കിടക്കുന്നേ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഓർമ്മ? എനിക്കിതേ ഇത്രയായാലും മതിയായിരുന്നു. ഇത് മുട്ടറ്റം വരെ കിടക്കുകയല്ലേ. ഇതല്ലേ വക്കിലെ പെണ്ണ്. എനിക്ക് ഓക്കെയാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇനിയിപ്പോ എന്തുവാ, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായാലോ? ബാക്കി കാര്യങ്ങളൊക്കെ ചൂടോടെ സംസാരിച്ച് ഉറപ്പിക്കുന്നേ. അത്രയ്ക്ക് വലിയ സമ്പാദ്യമൊന്നും എനിക്കില്ല. ഉള്ളത് 2 പെമ്മക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. ഇങ്ങനെ അവിടെ ഇവിടെ തൊടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരൊറ്റ മോനാ, സ്വന്തം വീടും 20 ഏക്കർ തെങ്ങും തോപ്പും, 10 തലമുറയ്ക്ക് കഴിയാനുള്ള വകയുണ്ട്. പിന്നെ എല്ലാറ്റിനേക്കാളും നിങ്ങളുടെ മോക്ക് അമ്മായപ്പൻ അമ്മായമ്മ നാത്തും പോര്, അങ്ങനെ ഒരു ശല്യം അവിടെ ഉണ്ടാവില്ല. ആ രത്നാകര, ചേട്ടൻ എങ്ങനെ പറഞ്ഞെങ്കിലും ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറയാം. 40 പവന്റെ സ്വർണവും 4 ലക്ഷം രൂപയും ഇളയവിടെ കാര്യവും കൂടെ കഴിഞ്ഞ ആന്തരി ഇല്ലാത്തോണ്ട് ബാക്കിയുള്ളതല്ല ഇവർക്ക് 2 പേർക്കും തന്നെ ഉള്ളതാണല്ലോ. എന്താ 40 പവനും 4 ലക്ഷം രൂപയോ? എനിക്ക് മാമ ഈ ബന്ധം നമുക്ക് മോനെ ഞാൻ പറഞ്ഞു വന്നത്. പറഞ്ഞില്ലേ എനിക്ക്. മോനെ എന്തായാലും നമുക്ക് സംസാരിച്ച് തീരുമാനമാക്കാം. മോൻ അവിടെ ഇരിക്കേ. പണവും പണ്ടവും പറഞ്ഞ് വിലപേശാനായിട്ട് ഇതെന്താ ബിസിനസ്സാ? കണ്ടില്ലേ തല കുനിച്ച് നിൽക്കുന്ന ആ കുട്ടിയുടെ നിപ്പ് കണ്ടില്ലേ? ഇത്ര അച്ചടക്കമുള്ള ഒരു കുട്ടിക്ക് ജന്മം നൽകി നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ. അതോ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞ ഈ കുട്ടിയെ കെട്ടാൻ ഞാൻ അങ്ങോട്ട് ശ്രീധരൻ തരണം. പറഞ്ഞോ, എത്രയാ വേണ്ടത്? പറ, എത്ര വേണം? മോനെ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കില്ലല്ലോ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്നത് ഒരാണായ എനിക്ക് അപമാനമാണ്.